ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം. ഇന്നായിരുന്നല്ലോ തമിഴിലെ ഈ വർഷത്തിലെ അടുത്ത വലിയ സിനിമ കൂടി കൂലി എന്ന സിനിമയുടെ ട്രെയിലർ ഒഫീഷ്യലായിട്ട് റിലീസായത്. ലോകേഷിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായി എത്തുന്ന വൻ താരനിര ഭാഗമാകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് വൈകിട്ട് 7 മണിക്ക് റിലീസായി യൂട്യൂബിൽ 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ 4 മില്യൺ അടുത്ത് യൂട്യൂബ് വ്യൂവേഴ്സ് നേടിയെടുത്തിരിക്കുകയാണ്. റിയൽ ടൈം വ്യൂവേഴ്സ് അല്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. 10 മില്യണിലധികം റിയൽ ടൈം വ്യൂവേഴ്സിലേക്ക് ഉടനെ തന്നെ സിനിമ എത്തപ്പെടുന്നതാണ്. ട്രെയിലർ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ 2 അഭിപ്രായങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലർ നേടിയെടുത്തിരിക്കുന്നത്. അനിരുദ്ധിന്റെ സംഗീതം താഴെ പോയപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ കട്ടെല്ലാം തന്നെ മികച്ചു നിൽക്കുന്നുണ്ട്. പ്രതീക്ഷ കുറയ്ക്കാനായിട്ട് ലോകേഷ് കനകരാജ് ചെയ്ത ഒരു ട്രെയിലർ കട്ടായിട്ട് തന്നെയാണ് കൂടുതൽ പ്രേക്ഷകർ ഈ ഒരു ട്രെയിലറിനെ ഉറ്റുനോക്കുന്നത്. സിനിമ നെട്ടിക്കും എന്ന് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഭൂരിഭാഗം പ്രേക്ഷകരുടെയും അഭിപ്രായം. ഇതിനിടയിൽ നേരത്തെ തന്നെ സിനിമയുടെ വീഡിയോ കണ്ടന്റുകൾ പുറത്തു വന്നപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ എലമെന്റ്സിനുള്ള സാധ്യതകൾ ചിത്രത്തിലുണ്ട് എന്ന റൂമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ ട്രെയിലർ കാണുമ്പോൾ അത് 100% ഉറപ്പാക്കുന്ന ലെവൽ ഷോർട്സ് എല്ലാം തന്നെയാണ്, സീൻസ് എല്ലാം തന്നെയാണ് ട്രെയിലറിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ, ടൈം ട്രാവൽ എലമെന്റ്സ്, ഫാന്റസി എലമെന്റ്സ് എല്ലാം തന്നെ ചിത്രത്തിലുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സത്യരാജ് അവതരിപ്പിക്കുന്നത് ഒരു സയന്റിസ്റ്റ് കഥാപാത്രത്തെയാണ്. ആ സത്യരാജിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് രജനീകാന്തിന്റെ കൂലി പഴയ കാലഘട്ടത്തിലെ ആ ഒരു വേഷത്തിലേക്ക് DH ടെക്നോളജി ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഹാർബറിലെ രംഗങ്ങളെല്ലാം തന്നെ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഒരു മിഷന്റെ ഭാഗമായിട്ടാകാം രജനീകാന്ത് പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ രജനീകാന്തിന്റെ ഭാഷാ റെഫറൻസിലുള്ള ആ യൂണിഫോം വേഷം തന്നെയാണ് ചിത്രത്തിൽ ഉപേന്ദ്രയ്ക്കും ഉള്ളത്. അപ്പോൾ ഉപേന്ദ്ര രജനീകാന്ത് കണക്ഷൻ എല്ലാം തന്നെ ഉണ്ടാകും. ട്രെയിലർ വൗ ഫാക്ടറും വേറെ ലെവലായിട്ടൊന്നും തന്നെ അറിയില്ലെങ്കിൽ പോലും ട്രെയിലറിനുള്ളിൽ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ഡീകോഡിംഗ് എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ കൂലി ട്രെയിലറിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞേക്കും. ഒരുപക്ഷെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ ഇനിയും ഒരു വീഡിയോ കണ്ടന്റ് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഇന്ന് സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനോടൊപ്പം തന്നെ ഓഡിയോ ലോഞ്ചും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. രജനീകാന്ത്, ആമിർ ഖാൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ആ ഓഡിയോ ലോഞ്ചിൽ സന്നിഹിതരാണ്. സാധാരണ അനിരുദ്ധ് സംഗീതം നൽകുന്ന സിനിമകൾക്ക് ആ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ അനിരുദ്ധിൻ്റെതായുള്ള ഒരു ഷോർട്ട് റിവ്യൂ അദ്ദേഹത്തിന്റെ എക്സ് പേജുകളിൽ വരാറുണ്ടല്ലോ. ഇത്തവണ കൂലിയുടെ റിവ്യൂ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. 10 കപ്പും 10 ഫയറും കണ്ടിപ്പാ അടിച്ചു തൂക്കുമെന്നാണ് അനിരുദ്ധ് ഇതിനോടൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രെയിലറിൽ അനിരുദ്ധിന്റെ സംഗീതം താഴെ പോയെങ്കിലും ഇതിനോടൊക്കെ തന്നെ സിനിമയിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. കാത്തിരിക്കാം കൂലിക്കായിട്ട്.